സോ കീം 2025 സ്റ്റുഡൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രോസസ്സാണ് ഉണ്ടാവുക എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സ് അല്ലെങ്കിൽ മേ ബി 1 വീക്കിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനാണ്. ഓക്കെ, നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾ ഓരോ കോളേജുകളെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പോർട്ടൽ അതിലേക്ക് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളപ്പോൾ ചെയ്യും. ഓൾറെഡി കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴയ ചാനൽ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പം നിങ്ങൾ ഓരോ കോളേജിൻ്റെ ഓപ്ഷൻസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓരോ ഓപ്ഷൻസ് കൊടുക്കുന്ന അനുസരിച്ചിട്ട് എന്തായിരിക്കും നിങ്ങൾക്ക് ആ കോളേജിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരിക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് മുന്നായിട്ട് നമ്മൾ ഫീസും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. ഒരു ചെറിയ ഫീസ് അടക്കേണ്ടി വരും. സിക്ക് ഏകദേശം ഒരു 10K റേഞ്ചിലായിരിക്കും അത് വരിക. എല്ലാവരും ഏകദേശം അടക്കേണ്ടി വരും. ഓക്കെ, 10K 8K 9K റേഞ്ചിലേക്ക് വരിക. SC/STക്കാർക്ക് ഫീസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മുടെ അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാം, അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വരും. അലോട്ട്മെൻറ്റ് 1 പബ്ലിഷ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ കൺഫേം ചെയ്യണം ഇപ്പോൾ കിട്ടിയ കോളേജിൽ പോകണം അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ആവശ്യമുണ്ടോ. അതിനാണ് ഈ കൺഫർമേഷൻ. അപ്പോൾ നമ്മളപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും, ഇതൊന്നും നേരത്തെ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് 2 ഉണ്ടാവും. ഓക്കെ, അലോട്ട്മെൻറ്റ് 1 അലോട്ട്മെൻറ്റ് 2 ഉണ്ടാവും. മേ ബി അലോട്ട്മെൻറ്റ് 3 ചിലപ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിലേക്കാണ് പോവുക. സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓഫ്ലൈൻ ആയിട്ടുണ്ടാകുന്ന അലോട്ട്മെൻറ്റ് ആയിരിക്കും. ഈ 2 അലോട്ട്മെൻറ്റ് 1, 2 ഒക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ ആയിരിക്കും നടക്കുക. ഓക്കെ, നമുക്ക് സിയുടെ വെബ്സൈറ്റിൽ വരും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്, അതിന് മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ഒരു വാട്സപ്പ് ബോട്ടിൽ ജസ്റ്റ് കാണാൻ തിരിച്ചു വരാം. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത ലിങ്ക് വെച്ചിട്ട് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് റാങ്കുകൾ ഉണ്ടാവും. അതൊക്കെ റാൻഡമായിട്ട് അടിച്ചു നോക്കിയിട്ട് ഏതൊക്കെ കോളേജുകൾ കിട്ടുന്നു മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു 80-90% മാത്രമേ അക്യുറേറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ എൻറോൾ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്ത ലിങ്ക് വെച്ച് കയറുക. ഒരുപാട് എക്സൈറ്റിംഗ് കാര്യങ്ങൾ ആ വാട്സപ്പ് ബോട്ടിൽ വേറെയുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സെർച്ച് ചെയ്ത് പോട്ടോ. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കാൻ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റാങ്ക് നാളെയോ മറ്റന്നാളോ വന്നെന്ന് വെറുതെ വിചാരിക്കുക. റാങ്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് കുറച്ച് കോളേജും ലാസ്റ്റ് റാങ്ക് നോക്കിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ പഠിക്കാൻ പോകുന്ന കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ വീഡിയോ ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ തന്നെ തയ്യാറാക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നിങ്ങൾ നന്നായിട്ട് അതിനെക്കുറിച്ച് റീസേർച്ച് ചെയ്യുക. ഓക്കെ, അത് ഇപ്പോഴേ ചെയ്യും. കാരണം എന്തൊരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു +1 +2 2 വർഷമോ അല്ലെങ്കിൽ ഡിഗ്രി പോലെ 3 വർഷം 4 വർഷം നമ്മൾ ഏകദേശം ആ കോളേജിൽ പഠിക്കാനുള്ളതാണ്. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ഇപ്പോൾ പ്ലേസ്മെൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടാവും, കോളേജ് ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ടാവും. അതേപോലെ തന്നെ എന്താ പറയുക, ഒരുപാട് ഇൻറ്റേൺഷിപ്സ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, അവിടെ കോളേജ് ആക്ടിവിറ്റീസ്, കോളേജ് ടെക് ഫെസ്റ്റ്, കോളേജിലെ പരിപാടികൾ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒരുപാട് കാറ്റഗറി കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വെറും ഒരു കോളേജിൽ പഠിക്കാൻ മാത്രമായിട്ടല്ല പോകുന്നത്, നമ്മളവിടെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയാലോ, റാങ്ക് കുറഞ്ഞ കുട്ടികളായിക്കോട്ടെ, ഇനിയിപ്പോൾ റാങ്ക് ഉണ്ട് പക്ഷേ എന്താണ് നാട്ടിൽ പഠിക്കണം, പ്രൈവറ്റ് കോളേജിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് മസ്റ്റായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ എൻക്വയറി ചെയ്യണം. ഫീസ് കാര്യങ്ങൾ എല്ലാം എത്ര വലിപ്പമുള്ള ക്യാമ്പസാണ്. ചിലർക്ക് വലിയ ക്യാമ്പസ് പഠിക്കണമെന്നുണ്ടാവും, ചിലർക്ക് ചിലപ്പോൾ ക്യാമ്പസ് എങ്ങനെയാലും കുഴപ്പമില്ല, വൈബ് ഉണ്ടായാൽ മതി. അങ്ങനെ ഒരുപാട് കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഓക്കെ, ഇതിലൊന്നും വലിയ ലോജിക്ക് ഇല്ലെങ്കിൽ ചില കുട്ടികളൊക്കെ ആഗ്രഹിക്കും ലാസ്റ്റ് കോളേജിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വളരെ കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ബിക്കോസ് ഐ ഓൾസോ എ വിക്ടിം ബാക്ക് 2021. പക്ഷേ ഞാനെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ്, അതായത് GEC തൃശ്ശൂർ ആയിരുന്നു എനിക്ക് കിട്ടണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച കോളേജ്. അവിടെ തന്നെ കിട്ടി. അവിടെ ഇലക്ട്രിക്കലിന് ഞാൻ അഡ്മിഷൻ എടുത്തു. ഇപ്പോൾ ഏകദേശം ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയാമല്ലോ, ഇപ്പോൾ ഞാൻ പ്ലേസ്മെൻറ്റ് ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ജെന്യൂനായിട്ട് എന്ത് ചെയ്യുക, ഈ ഓപ്ഷൻ രജിസ്ട്രേഷനെ കാണുക. ഓക്കെ, റാങ്ക് നന്നായി ഉണ്ട് എന്ന് പറഞ്ഞത് തെറ്റായ കോളേജ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ റാങ്ക് കുറഞ്ഞോ നിങ്ങളെ മേലെ പോകും. അപ്പോൾ എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ കോളേജ് സെലക്ട് ചെയ്യുക. നമ്മൾ കോളേജിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും അതേപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ and be with the channel. It's for you, not for me.